Hello everyone, welcome back to Kerala Hindi Quest. UGC നെറ്റ് എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് യൂഷ്വലായിട്ട് ചോദിക്കുന്ന ഡൗട്ടാണ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആണോ അതോ എംപ്ലോയ്മെന്റ് പർപ്പസ് ആണോ? എംപ്ലോയ്മെന്റ് പർപ്പസ് ആണെങ്കിൽ അത് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് ആണോ അതോ നാഷണൽ എംപ്ലോയ്മെന്റ് പർപ്പസ് ആണോ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ ഒരു ഡൗട്ടിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം പല രീതിയിലും ആൾക്കാർ പറയുന്നുണ്ട്. ചില ഓഫീസേഴ്സ് പറയുന്നുണ്ട് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് മതിയെന്ന്, ചില യൂട്യൂബ് പോലുള്ള വീഡിയോകളിൽ പറയുന്നുണ്ട് നാഷണൽ എംപ്ലോയ്മെന്റ് പർപ്പസ് മതിയെന്ന്. ഇങ്ങനെ പല രീതിയിലും പലതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർക്കും ഈ ഒരു ഡൗട്ട് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ലാഗ് ആക്കാതെ പറയാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എക്സാം ആണ്. അക്രോസ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓൾ ഇന്ത്യ എക്സാം ആണ് UGC നെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് ആക്കി മാത്രം എടുക്കുക. ബിക്കോസ് എഡ്യൂക്കേഷണൽ പർപ്പസ് എടുക്കുകയാണെങ്കിൽ വെരിഫിക്കേഷൻ ടൈമിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് എഡ്യൂക്കേഷനിൽ എടുക്കാതെ എംപ്ലോയ്മെന്റ് പർപ്പസ് ആക്കി എടുക്കുക. ഇനി എംപ്ലോയ്മെന്റ് പർപ്പസിൽ നാഷണൽ എംപ്ലോയ്മെന്റ് പർപ്പസ് തന്നെ സെലക്ട് ചെയ്യുക. നാഷണൽ എംപ്ലോയ്മെന്റ് പർപ്പസിന്റെ OBC സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ നെറ്റ് ആപ്ലിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നെറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്